15 വർഷമായി ഒന്നും ചെയ്യാത്ത ഒരു പാർലമെന്റ് അംഗമാണ് ശശി തരൂർ എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് താങ്കൾ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ഷിഫ്റ്റ് ആണല്ലോ. അല്ല, ഷിഫ്റ്റ് ഒന്നുമല്ല. ഈ എല്ലാ എലക്ഷൻ്റെ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? എല്ലാ എലക്ഷൻസ് ഒരു ഫാഷൻ ഷോ അല്ലല്ലോ. എലക്ഷൻ ഒരു തരം ഒരു ജനങ്ങളുടെ ഒരു റെഫറൻഡം അല്ലേ. ഇതിൽ ഒരു പേഴ്സണൽ അറ്റാക്കൊന്നുമല്ല. ഇത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ബേസിസിൽ 15 കൊല്ലത്തിൽ എന്ത് നടന്നു, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, 10 കൊല്ലത്തിൽ ഈ 2014 to 2024 ഇന്ത്യ എങ്ങനെ മുമ്പോട്ട് പോയി, തിരുവനന്തപുരം കേരള എങ്ങനെ പിന്നോട്ട് പോയി. അതിൽ ഞാൻ റെട്ടറിക് അല്ല പറയുന്നത്, അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. 10 കൊല്ലം 2004 മുതൽ 2014 വരെ ജനങ്ങൾ കോൺഗ്രസിനൊരു അവസരം കൊടുത്തു ഭരിക്കാൻ. അവരെന്താ ചെയ്ത്? അതിൻ്റെ ഫാക്ട്സ് ഞാൻ വയ്ക്കുന്നു. 2014 മുതൽ 2024 വരെ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. അദ്ദേഹം എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? 2016 മുതൽ 2024 വരെ സംസ്ഥാന സർക്കാർ ജനങ്ങൾ ഇവിടെ ഒരു അവസരം കൊടുത്തു. ഈ സർക്കാരും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ത് ചെയ്തു? ഞാൻ പറയുന്നു, എൻ്റെ കാൽക്കുലേഷനിൽ 2004 to 2014 വാസ് എ ഫെയിലിയർ. 2016 to 2024 ഇസ് എ ഫെയിലിയർ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡേറ്റ, ഫാക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഉണ്ട്.